നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കയുടെ അതിനൂതന യുദ്ധവിമാനമായ F-35 ഇറാൻ വെടിവെച്ചിട്ടെന്ന വാർത്ത ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന F-35 ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് അമേരിക്കൻ സൈനികാധിപത്യത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. മധ്യ ഇറാനിലെ ആകാശത്ത് വെച്ച് നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം അമേരിക്കൻ കരുത്തിനെ തകർത്തു എന്ന ഇറാന്റെ അവകാശവാദം സൈനിക ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിന് ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാനിൽ ഒരു കോമ്പാക്ട് മിഷനിൽ ഏർപ്പെട്ടിരുന്ന വിമാനത്തിന് നേരെ ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവുകയായിരുന്നു. വിമാനം തകർന്നില്ല എന്നും പൈലറ്റ് സുരക്ഷിതമായി മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു അമേരിക്കൻ സൈനിക താവളത്തിൽ വിമാനം ഇറക്കിയെന്നും വാഷിംഗ്ടൺ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ വാദത്തെ തള്ളിക്കളയുന്നു. വിമാനത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് തകർന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നുമാണ് ഇറാൻ പക്ഷം. ആകാശത്ത് വെച്ച് വിമാനം സ്ഫോടനത്തോടെ പുകയുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയൊരു പിന്നോട്ടടിയാണ്. അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയതും അത്യാധുനികവുമായ ആയുധ ശേഖരമായി കരുതപ്പെടുന്നവയാണ് F-35 ലൈറ്റ്നിംഗ് വിമാനങ്ങൾ. ശത്രുക്കളുടെ റഡാർ കണ്ണുകളിൽ പെടാതെ ആകാശത്ത് അദൃശ്യമായി പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഈ വിമാനങ്ങളുടെ പ്രധാന കരുത്ത്. എന്നാൽ ഇറാനിലെ പോരാട്ട വീതിയിൽ ഈ അത്യാധുനിക വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്, അത് അടിയന്തരമായി നിലനിർത്തേണ്ടി വന്നതും അജയ്യമായ അമേരിക്കൻ വ്യോമശക്തിയുടെ പരിമിതികളെയാണ് വിരൽ ചൂണ്ടുന്നത്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നത് ഒരു സുരക്ഷാ ഉറപ്പല്ലെന്നും മറിച്ച് ഒരു പരിധിവരെ മാത്രം ശത്രുവിനെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണെന്നും ഈ സംഭവം അടിവരയിടുന്നു. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും പൈലറ്റ് അപകടാവസ്ഥയിലല്ലെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആക്രമണം F-35 വിമാനങ്ങളുടെ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. റഡാറുകളെ വെട്ടിക്കാനുള്ള കഴിവുണ്ടെങ്കിലും വിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്നുള്ള താപം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രധാന പോരായ്മ. ഈ ദൗർബല്യം മുതലെടുത്താണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള ഇൻഫ്രാറെഡ് സെൻസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ വിമാനങ്ങളിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾക്ക് പകരം താപനിലയെയാണ് പിന്തുടരുന്നത്. റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കാത്ത ഇത്തരം പാസീവ് സംവിധാനങ്ങളെ തിരിച്ചറിയാൻ യുദ്ധവിമാനങ്ങളിലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് പോലും പലപ്പോഴും കഴിയാറില്ല. വിമാനത്തിൽ മിസൈൽ പതിക്കുന്നത് വരെയും പൈലറ്റ് ആക്രമണത്തെക്കുറിച്ച് അറിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. നേരത്തെ യമനിൽ ഹൂത്തി വിമതർ ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയം കണ്ടിരുന്നു. കൂടുതൽ വികസിതമായ സംവിധാനങ്ങൾ കൈവശമുള്ള ഇറാൻ അമേരിക്കൻ വിമാനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ ഈ മാർഗം വിജയകരമായി പ്രയോഗിക്കുന്നുവെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് ഡസനിലധികം സൈനിക വിമാനങ്ങളെ ഇതിനകം നഷ്ടമായിട്ടുണ്ട്. കുവൈറ്റിലെ അബദ്ധത്തിലുള്ള വെടിവെപ്പിലും ഇറാഖിലെ വിമാന അപകടത്തിലുമായി നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. റോഡുകളിലൂടെ എളുപ്പത്തിൽ നീക്കാവുന്ന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തുക എന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. നിശ്ചിത സ്ഥാനമില്ലാത്ത ഇത്തരം സംവിധാനങ്ങൾ ഏത് ഭൂപ്രകൃതിയിലും ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്നത് ആക്രമണകാരികളായ വിമാനങ്ങൾക്ക് നിരന്തര ഭീഷണിയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനത്തിന് പോലും ശത്രുവിന്റെ മണ്ണിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം പശ്ചിമേഷ്യയിലെ യുദ്ധമുഖം വീണ്ടും തെളിയിക്കുന്നു. ഇറാന്റെ സൈനിക ശേഷി തങ്ങൾ കരുതിയതിലും ഏറെ മുന്നിലാണെന്ന തിരിച്ചറിവ് അമേരിക്കയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. അത്യാധുനികമായ ആയുധങ്ങൾ കൈവശം ഉണ്ടായിരുന്നിട്ടും ശത്രുവിന്റെ വ്യോമപ്രതിരോധ നിര ഭേദിക്കാൻ കഴിയാത്തത് അമേരിക്കയുടെ തന്ത്രപരമായ പരാജയമായിട്ടാണ് വിദഗ്ധർ കാണുന്നത്. വിമാനം വെടിവെച്ചിട്ടതിലൂടെ മേഖലയിൽ തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിന് എത്തരത്തിൽ തിരിച്ചടി നൽകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ സമാധാനവും ആഗോള ഊർജ്ജ വിപണിയുടെ സുസ്ഥിരതയും. വൻ ശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും
ഉത്തരവാദിത്തമാണ്.